ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കറ്റാർവാഴ ജെൽ ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം വീട്ടിൽ കറ്റാർവാഴ നിപ്പുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഇത് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ രാവിലെ കട്ട് ചെയ്ത് ഈവനിങ് എടുത്തപ്പോഴത്തേക്കും ആ ഒരു റെഡ് കളർ ഒരു നീര് ഇങ്ങനെ ഇറങ്ങി വരും. അത് നമുക്ക് ചിലർക്ക് സ്കിന്നിനോ അല്ലെങ്കിലൊക്കെ അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കത് ഇറിറ്റേഷനാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ രാവിലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഈവനിങ് അത് എടുക്കുന്നത്. അപ്പം ഈവനിങ് ആയപ്പോഴത്തേക്ക് അതെല്ലാം ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് യൂസ് ചെയ്യാൻ. കാരണം നമ്മളല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പെടുത്ത് ചെയ്യുമ്പോഴത്തേക്കും മിക്സിയിൽ അടിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഒരു വാട്ടറിൻ്റെ രീതിയിലാണ്, അതായത് ഒഴുകി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ജെല്ല് പോലെ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഞാൻ ചെറിയ പീസാക്കി വെച്ചു. അപ്പോൾ നമുക്കിതിൽ നിന്ന് എളുപ്പത്തിന് ആ പൾപ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് ആ പൾപ്പ് എടുക്കാം. അപ്പോൾ പൾപ്പ് ഞാൻ എടുത്ത് ഡയറക്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇടാതെ നേരെ ജാറിലേക്ക് തന്നെ ഇടുന്നത്. കാരണം ഒരു പാത്രത്തിൽ ഇട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ജാറിലേക്ക് ഇട്ട് അങ്ങനെയൊക്കെ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ കുറേ പാത്രത്തിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ കഴുകണം. എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ എളുപ്പപ്പണിയാണ് നോക്കുന്നത് കൂടുതൽ. അപ്പോൾ ഡയറക്റ്റ് ജാറിലേക്ക് ഇട്ട് ഞാൻ. അപ്പോൾ ഇത്രയും നമുക്ക് ആ പൾപ്പ് അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് കുറച്ച് അരിച്ചെടുക്കണം. ഇത് ഫുൾ അരിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് വേണം ഈ പൾപ്പ് ഉണ്ടാക്കാനായിട്ട്. ഇത് ഫുള്ള് ഞാൻ അരിച്ചെടുത്ത്. അപ്പോൾ അരിച്ചെടുത്തതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ സാന്തകം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം, ഫുഡിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്, ഒരു തിക്കണിങ് ഏജൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടിയായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് ജെല്ലിനകത്തേക്ക് ഇത് മിക്സ് ചെയ്തിട്ട് അത് ബാക്കിയുള്ളതിലേക്ക് കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആദ്യമേ ഞാനത് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ളതിലേക്ക് ഞാനിത് ഒഴിച്ച് ഫുള്ളായിട്ട് നമ്മളത് മിക്സ് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ അതിന് ശേഷം നമുക്കത് നല്ലൊരു തിക്കണിങ് ഒരു പരുവത്തിൽ കിട്ടുമ്പോഴത്തേക്ക് നമുക്കതൊരു ടിന്നിലേക്ക് മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. കാരണം നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ തന്നെ യൂസ് ചെയ്യണം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചൊരു തിക്കണിങ് ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ തിക്കണിങ് ആണ്. അപ്പം ഞാൻ കുറച്ച് മാത്രം സാന്തകം പൗഡർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അത്രയ്ക്ക് അങ്ങോട്ട് തിക്കണിങ് ആയിട്ടില്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എത്ര ക്വാണ്ടിറ്റി ചെയ്യേണ്ടതെന്ന് അങ്ങനെയുള്ള കണക്ക് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റേതായിട്ടൊരു കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടാണ്. പക്ഷെ എന്നാലും അതൊരു തിക്കണിങ് ആയിട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും ക്വാളിറ്റി ആയിട്ട് നമുക്ക് അത്യാവശ്യം ഒന്ന് വലിയ മെനക്കേടൊന്നും ഇല്ല, എന്നാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ.